ശതകോടീശ്വരനും ടെസ്ല സ്പേസ് എക്സ് മേധാവിയുമായ ഇലോൺ മസ്കിനെതിരെ അമേരിക്കയിൽ വൻ പ്രതിഷേധം കനക്കുന്നു. കൂട്ടത്തോടെ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിൽ വിളറിപ്പൂണ്ടിട്ടാണ് ഇവർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിലെ ഉപദേശകനായി സേവനം അനുഷ്ഠിക്കുന്ന മസ്ക് ട്രംപിന്റെ ഉറ്റ ചങ്ങാതി കൂടിയാണ്. ഈ കൂട്ടുകെട്ട് ട്രംപ് വിരുദ്ധർക്ക് ഒട്ടും ദഹിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. അത്തരമൊരു സാഹചര്യത്തിൽ മസ്കിനെ നിലംപരിശാക്കുക എന്നതാണ് ഈ പ്രതിഷേധത്തിന് പിന്നിലെ ഗൂഢലക്ഷ്യമെന്നും ചില മാധ്യമങ്ങൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ ഇതൊരു സ്ഥിരം പ്രക്രിയയാണ്. കാര്യപ്രാപ്തിയുള്ള തൊഴിലാളികളെ തിരഞ്ഞെടുക്കുകയും മറ്റുള്ളവരെ പിരിച്ചുവിടുന്നതും. എന്നാൽ ഇത് ഉൾക്കൊള്ളാൻ കഴിയാതെ മസ്ക് എന്തോ അന്യായം ചെയ്തതുപോലെയാണ് ഇവർ മസ്കിന്റെ വിവിധ ടെസ്ല ഷോറൂമുകൾക്ക് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധിക്കുന്നതും. അതേസമയം കൂട്ട പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളിൽ വ്യാപക പ്രതിഷേധമുണ്ടായിരുന്ന സാഹചര്യത്തിൽ അവിടുത്തെ സ്ഥിതിഗതികൾ ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് പ്രതിഷേധകർ ഷോറൂമിലേക്ക് സംഘടിച്ചെത്തിയതും. ന്യൂജേഴ്സിസ്, അതുപോലെ കണക്ടിക്കറ്റ്, ന്യൂയോർക്ക്, മേരിലാൻഡ്, മിനാസോട്ട എന്നിവിടങ്ങളിലെ ഷോറൂമുകളിലേക്കാണ് നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ പ്രകടനവുമായി എത്തിയത്. കോടീശ്വരനായ മുതലാളിക്കെതിരെയുള്ള പോരാട്ടമെന്നും മസ്കിനെ എതിർക്കുന്നവർ അണിചേരുകയും എന്നുള്ള പോസ്റ്ററുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധകർ ഷോറൂമുകൾ ഉപരോധിച്ചത്. മസ്കിനെ തിരിയായ പ്രതിഷേധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ട്രംപ് അനുകൂലികളായ ഒരു കൂട്ടം ആളുകളും തെരുവിലിറങ്ങിയിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാണ് നമ്മളെ ഭരിക്കുന്നത്. ഇത് തടയണമെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യവും ഈ നാടിന്റെ നന്മയും പൂർണ്ണമായും നഷ്ടപ്പെടുമെന്ന് പ്രതിഷേധകരിൽ ഒരു വ്യക്തി പറയുകയും ചെയ്തു. അമേരിക്കയിലെ പ്രതിഷേധത്തിന് പുറമെ തന്നെ വിവിധ രാജ്യങ്ങളിലെ 230ഓളം പ്രദേശങ്ങളിലും മസ്കിനെതിരെ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. അതേസമയം ഇതിന്റെ ഭാഗമായി ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ടെസ്ലയുടെ അമേരിക്കയിൽ ഉടനീളമുള്ള ഡീലർഷിപ്പുകൾക്ക് മുന്നിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരിക്കുന്നത്. യുഎസിന് പുറമെ യൂറോപ്പിലെ ഏതാനും നഗരങ്ങളിലും ടെസ്ല ഷോറൂമുകളിൽ പ്രതിഷേധകർ ഇരച്ചെത്തുകയായിരുന്നു. ട്രംപ് ഭരണകൂടത്തിലെ ഉപദേശകനായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും മസ്കിന്റെ സമ്പാദ്യത്തിന്റെ പ്രധാന ഉറവിടമെന്ന് പറയുന്നത് $340 ബില്യൺ ആസ്തിയുള്ള ടെസ്ല എന്ന ഇലക്ട്രിക് വാഹന കമ്പനിയാണ്. ഇത് തകർക്കൂ എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് പ്രതിഷേധകർ ടെസ്ലയുടെ ഡീലർഷിപ്പുകൾ ഉപരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നതും വ്യക്തമാണ്. വരും ദിവസങ്ങളിലും പ്രക്ഷോഭം ശക്തമാകുമെന്നാണ് ലഭിക്കുന്ന വിവരവും. US ഫെഡറൽ മേഖലയിലെ ചെലവുകൾ ചുരുക്കുന്നതിനായി ആരംഭിച്ച ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിന്റെ മേധാവിയാണ് ഇലോൺ മസ്ക്. ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി അമേരിക്കയിലെ വിവിധ ഏജൻസികൾ അടച്ചുപൂട്ടുകയും നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടമാകുകയും ചെയ്തിരുന്നു. ഈ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നതും. അതുപോലെ തന്നെ സമീപകാലത്തായി മസ്കിന്റെ ടെസ്ല കാറുകളുടെ വിൽപ്പനയിൽ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പ്രതിഷേധം വിൽപ്പനയിൽ വീണ്ടും ഇടിവുണ്ടാക്കുമെന്നതാണ് പ്രതിഷേധകർ വിലയിരുത്തപ്പെടുന്നതും. അതുപോലെ തന്നെ 277 ഷോറൂമുകൾക്ക് മുന്നിലാണിപ്പോൾ പ്രതിഷേധം അരങ്ങേറുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.